നമുക്കിവിടെ പുൽക്കൂട് ഉണ്ടാക്കാൻ കഴിച്ച് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. വിളിക്കില്ലെന്നെ എന്താ പറയാ, ഇത് കള്ളപ്പവും ബീഫ് കറി ആയിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു മെമ്മറി ഇല്ല. ഇന്നലെ ഞങ്ങള് ക്രിസ്മസ് പിന്നെ ഈ മെയിൻ റോഡിൽ നിന്ന് എന്റെ വീട് വരെ നടന്നു വരണം നമുക്ക്. വെൽക്കം ബാക്ക് ഡയമണ്ട് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് വ്ലോഗാണ് ക്രിസ്മസ് വ്ലോഗ്. ഞങ്ങൾക്ക് ഇവിടെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. സങ്കടത്തില കഴിച്ചാൽ എല്ലാ സമയത്തും ഞാൻ മാലിയിട്ടുണ്ടാവും. ഹോസ്റ്റൽ കാര്യങ്ങള് ഇന്ന് എന്റെ വീട്ടിൽ പോണം. ഒന്നുമില്ല, അമ്മയൊക്കെ ഫുഡ് ഉണ്ടാക്കിണ്ടാവും. ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അങ്ങോട്ട് പോണം. അവിടെ പോയി കേക്ക് മുറിച്ചിട്ട് ഞങ്ങള് വൈകിട്ട് തന്നെ വരും. അപ്പൊ നമ്മുടെ ക്രിസ്മസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലേക്ക് വെക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് പോവാ അമ്മമ്മ അടുത്ത് പോവാ. ഇവിടെ അവിടെ ഞങ്ങളുടെ ഫോട്ടോ കണ്ടിട്ടാണ്. അമ്മമ്മ അടുത്ത് പോവാ. പുതിയ പുതിയ ഭാഷയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. നമുക്ക് ഇവിടുന്ന് പോവാം. ഗൈസ് വരൂ. ക്രിസ്മസ് ഓർമ്മ പറയാൻ പറഞ്ഞതാണ് ഏട്ടൻ. കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ക്രിസ്മസ് ഓർമ്മയൊന്നുമില്ല. ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ടേ ഇല്ല. എനിക്കതിൽ നല്ല സങ്കടമുണ്ട് ഗൈസ്. വീട്ടില് ഏട്ടൻ മാല ഇട്ടിരിക്കുകയായിരിക്കും. ഇപ്രാവശ്യം ഏട്ടൻ മാല ഇട്ടിട്ടില്ല. പക്ഷെ ഒന്നും ആഘോഷമൊന്നുമില്ല. അതൊന്നല്ല, നമുക്ക് ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കാൻ കഴിച്ച് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ വീട്ടിൽ പോവാ വെച്ചു. ഇപ്പൊ കല്യാണത്തിന് മുന്നൊക്കെ ആണെങ്കിൽ വീട്ടില് ഞങ്ങള് അപ്പം, ചിക്കൻ, വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കും. അമ്മടുത്ത് പോവാ ഒക്കെ ഉണ്ടാക്കും കഴിക്കും. കരോളിന് പോകും. കരോള് വീട്ടിൽ വരും. ഞങ്ങളവിടെ ഒരു കുറച്ച് പേരുണ്ട്. പിള്ളേർ സെറ്റും കൂടെ കരോൾ അറേഞ്ച് ചെയ്തിട്ട് എല്ലാ വീട്ടിലൊക്കെ പോയി അതിന്റെ പൈസ വിരിച്ച് ഞങ്ങൾ ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ വെക്കായിരുന്നു. പിന്നെ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കുടുംബത്തിലൊക്കെ ഞങ്ങൾ ഫാമിലിയൊക്കെ ചിലപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ അങ്ങനെയൊക്കെ കുറച്ച് മെമ്മറീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു മെമ്മറി ഇല്ല. പിന്നെ ഇന്നലെ ആൻറ്റിയേട്ടനോട് പോയി അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ DJയും പാട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പോയില്ല. ഞാനും കുഞ്ഞിനെ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോയി. ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഞാൻ അവിടെ തന്നെ അശ്വതി ചേച്ചിയുടെ അമ്മയുടെയും കൂടെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഏട്ടൻ കുഞ്ഞിനെ കൊണ്ട് കുറച്ച് പോയി. പിന്നെ ആ പാലത്തിന്റെ അവിടെയൊക്കെ പോയി നിന്നിട്ട് ഞങ്ങൾ വന്നപ്പോൾ 2 മണിയൊക്കെ ആയിട്ടാ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ക്രിസ്മസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഇതൊക്കെ ഇന്നാണ് അയച്ചിരിക്കുന്നത് മുകളിൽ വാർത്തൊക്കെ. കാരണം മുമ്പത്തെ ഡിസൈൻ മാറ്റിയിട്ട് ഇപ്പോൾ വേറെ പുതിയ ഡിസൈൻ ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഹലോ, അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ബേക്കറിയിൽ കേക്ക് വാങ്ങി. 4 വീടുണ്ട്. ഒന്ന് ചാച്ചന്റെ അവിടെ, അച്ചമ്മ, ഏട്ടന്റെ അവിടെ, പിന്നെ എന്റെ വീട്ടിലേക്കാണ് 4 കേക്ക് വാങ്ങി. ഫസ്റ്റ് എന്റെ വീട്ടിലേക്കാണ്. ഫുഡൊക്കെ കഴിച്ചൊരു വൈകുന്നേരം ആകുമ്പോഴാണ് വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വീടെത്താറായി. അവളെന്നെ ആനെന്നാ വിളിക്കുന്നത്. പിന്നെ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം. എന്റെ വീട്ടിലേക്ക് പോണ വഴി കേറിയിട്ടാ. ഇനി മൊത്തം നിങ്ങൾക്ക് ഫോറസ്റ്റ് ആണ്. നിങ്ങളെ എപ്പോഴും കാണിക്കണതാണ് ഞങ്ങള്. എന്നാലും ഇത് ഞങ്ങളുടെ ഒരു പ്രീ മെട്രിക് ഹോസ്റ്റലാണ് കേട്ടോ. ഗേൾസിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രീ മെട്രിക് ഹോസ്റ്റലാണ് കേട്ടോ അത്. ഭാവിയിൽ ഈ സ്ഥലം ഇപ്പൊ ഇങ്ങനെ കാട്ടുമുക്ക് പോലെ കിടക്കുകയാണെങ്കിലും മലയോര ഹൈവേ ഒക്കെ വരാൻ പോവാണ്. കുഞ്ഞാ വാ, കേക്ക് മുറിക്ക വാ വാ. കേക്ക് മുറിക്കാൻ റസ്ക് കൊടുക്കണേ. കേക്ക് അതിങ്ങനെ റസ്ക് കേക്ക് ഇങ്ങനെ വന്ന് മുറിക്കുക. കുറച്ചും കൂടെ ഫോണിൽ ബർത്ത്ഡേ പാടി.
പിടിച്ചിട്ട് മെല്ലെ കുഞ്ഞു മറിക്കും മാറി നിന്റെ കൈ മാറ്റിക്കോട്ടോ. ഓക്കെ സൂപ്പർ സൂപ്പർ. റെഡി റെഡി റെഡി. നമുക്ക് കൊടുക്കണേ, അച്ഛന് കൊടുക്കണേ. അടുത്ത വർഷം അമ്മ ഉണ്ടാവില്ലല്ലോ അല്ലേ ബർത്ത്ഡേക്ക്? അടുത്ത വർഷം നീ ഉണ്ടാവില്ലത്. ക്രിസ്മസിന് ലീവ് കിട്ടില്ലല്ലോ എനിക്ക്. ക്രിസ്മസ് ലീവ് എന്തിനെ കൊടുത്ത് അച്ഛൻ നല്ല മസ് കഴിക്കണ കുഞ്ഞാ. എടുക്കുന്നു, കൈ കൊണ്ട് എടുത്തോട്. കേക്ക് വേണം നിനക്ക്? ആ വിജയ വരില്ലേ? ഹായ് കുഞ്ഞാ, ഹാപ്പി ബർത്ത്ഡേ. കണ്ണ മോണോ മുറിച്ചോളി. ഹലോ, മൊത്തത്തിൽ ക്ഷീണമായി ഗൈസ്. പോയിട്ടില്ല, ഉറക്ക ക്ഷീണമല്ലേ? എന്തിനു വന്ന് കിടക്കണേ? അപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ക്രിസ്മസ്. ഇപ്പോൾ ഇവളുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, വീട്ടിൽ പോയി കേക്ക് മുറിച്ചു, ഞങ്ങൾ തിരിച്ചെത്തി അല്ലേ? അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ചേട്ടാ കുറേ സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ്, അതാണ് അവള്. പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ഒരു ആരുടെ ശല്യം ഒന്നും നമുക്കില്ല. ഇത്ര വരെ ടാറിട്ട റോഡുള്ളൂ, ഇനി അങ്ങോട്ട് ഓഫ് റോഡ് റൈഡാണ്. അതായത് ടാറില്ല ഗൈസ്. നമ്മുടെ വണ്ടി അടിമുട്ടുകയും ചെയ്യും. ഈ വണ്ടി ഇത് നമ്മുടെ വണ്ടി അല്ല, നമ്മുടെ വണ്ടി സർവീസ് കൊടുത്തിരിക്കണം. ഏട്ടൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അപ്പോ അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ബൈക്കിൽ വരാൻ പറ്റില്ലല്ലോ. ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ തേക്ക് മരങ്ങളാണ്, ഫോറസ്റ്റ് ആണ്. അതായത് ഈ മെയിൻ റോഡിൽ നിന്ന് എൻ്റെ വീട് വരെ നടന്ന് വരണം നമുക്ക്. അതായത് വീട്ടിൽ നിന്ന് മെയിൻ റോഡ് വരെ നടന്ന് വരണം. ഒരു കടയിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ബസ് കയറണമെങ്കിൽ എന്തുണ്ടെങ്കിലും നടന്ന് വരണം. പിന്നെ എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും വണ്ടികളൊക്കെ ഉണ്ട്, ബൈക്ക്. ഹോസ്പിറ്റൽ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയും വിളിച്ചാൽ വരില്ല ഈ സ്ഥലത്തേക്ക്. അപ്പോൾ വലിയൊരു വണ്ടി ഒരു വീട്ടിലാണെങ്കിൽ അത്യാവശ്യമാണ്. അവിടെ ഞങ്ങളുടെ ആ ഭാഗത്ത് 6 വീടാണുള്ളത്. ഇവിടെ കൊണ്ട് വീട്ടില് പണി നടക്കുമ്പോ ഇവിടെ കൊണ്ട് വിട്ടതാണ്. കണ്ടപ്പോ സ്നേഹം അറിയോട്ടെ ഇതിന്. അതെന്താ സംസാരിക്കാൻ അവളൊന്നും ചെയ്യുന്നു. അവള് ഇത് എത്ര കണ്ടിരിക്കുന്നു, ചെറുപ്പം തൊട്ട് അവളുടെ കൂടെ വളർന്നല്ലേ. സാക്ഷി കുഞ്ഞാ വരും. സാക്ഷി ബേബി വരിക കുഞ്ഞാ. എല്ലാവരും കറങ്ങി നടന്ന് നോക്കുക. കഴിഞ്ഞ ക്രിസ്മസിന് കിട്ടിയതാണ്. ഹായ്, ഇത് എവിടെയാ? എനിക്ക് സാൻഡ്വിച്ച് ഞാൻ പൂതി കൊണ്ട് ഞാൻ വാങ്ങി. വീട്ടിലേക്ക് വേറെ കുറെ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് കുഞ്ഞാപ്പി പോയി കൈ കഴുകും. അച്ഛൻ സാൻഡ്വിച്ച് ആണോടാ? വേണം പറ, അപ്പത്തെ കുറച്ച് വേണേ ചോദിച്ചോ. അവൻ്റെതാ വയ്ക്കോ. അയ്യോ സോസ് വാങ്ങിയില്ല. എന്റെ ഫേവറേറ്റ് കളർ ഇതൊക്കെ വാങ്ങുന്നു. കൃഷ്ണ സ്വീറ്റ്സ്. ഇത് കള്ളപ്പവും ബീഫ് കറി. കള്ളം ഒറിജിനൽ കള്ളത് വട്ടയപ്പം.
ഞങ്ങൾ അടിച്ച് പിന്തിരിയാൻ പോകുന്നത്. നിൽക്കട്ടാ കുഞ്ഞാ വാ കേക്ക് മുറിക്കാം വാ വാ വേറെ ഡ്രസ് ഇട് അതെ പിന്നെ നോക്കടി കേക്ക് മുറിക്കാൻ റസ്ക് കൊടുക്കണേ വന്ന് മുറിക്കേ കുറച്ചും കൂടെ ഫോണ് വരെ കൂട്ടാ കൊല്ലും കുഞ്ഞ് ബർത്ത്ഡേ പാടി ആ കുഞ്ഞിന് കൈ പിടിച്ചിട്ട് മെല്ലെ ഞാൻ കുഞ്ഞു മറിക്കും മാറി മാറി നിന്റെ കൈ മാറ്റിക്കോട്ടാ ഓക്കെ സൂപ്പർ സൂപ്പർ ഉണ്ണിയാണ് റെഡി 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 നമുക്ക് കൊടുക്കണേ അച്ഛനും കൊടുക്കണേ അടുത്ത വർഷം അമ്മ ഉണ്ടാവില്ലല്ലോ അല്ലേ ബർത്ത്ഡേക്ക് അടുത്ത വർഷം നീ ഉണ്ടാവില്ലത് ക്രിസ്മസിന് ലീവ് കിട്ടില്ലല്ലോ എനിക്ക് ക്രിസ്മസ് ലീവ് എന്തിനെ കൊടുത്ത് അച്ഛൻ നല്ല മസ് കഴിക്കണ കുഞ്ഞാ എടുക്കുന്നു കൈ കൊണ്ട് എടുത്തോട് കേക്ക് വേണം നിനക്ക് ആ ഇതേ വരില്ലേ വരാൻ പറയും പോലെ വരാൻ പറയും ഹായ് കുഞ്ഞാ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ പാട് കണ്ട മോനെ മുറിച്ചോളൂ ഹലോ മൊത്തത്തിൽ ക്ഷീണമായി ഗൈസ് പോയിട്ടില്ല ഉറക്ക ക്ഷീണമല്ലേ എന്തിനു വന്ന് കിടക്കണേ അപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ക്രിസ്മസ്. അപ്പോൾ ഇവളുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, വീട്ടിൽ പോയി കേക്കൊക്കെ മുറിച്ചു, ഞങ്ങൾ തിരിച്ചെത്തി അല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ചേട്ടാ.